ജോസഫേ, നീ എവിടെയാണ്? ഞാൻ ഈ ഇല്ലിക്കൂട്ടത്തിലുണ്ട്. അവിടെ എന്തെടുക്കുക? പക്ഷികളെ നിരീക്ഷിക്കുക. ഇന്നത്തെ നമ്മുടെ അതിഥിയായ പ്രമുഖ കവി എസ് ജോസഫിൻ്റെ തന്നെ കവിതയിൽ നിന്നുള്ള വരികളാണ് ഇവ. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കുമ്പോഴും വിളിച്ചിട്ട് കാണാഞ്ഞിട്ട് വീണ്ടും വിളിച്ചു നോക്കുമ്പോഴും ഇല്ലിക്കൂട്ടത്തിൻ്റെ ഇടയെന്ന് ഇലത്തലപ്പുകൾ മാറ്റി ഞാൻ ഈ ഇല്ലിക്കൂട്ടത്തിലുണ്ട് എന്ന് പച്ചയുടെ ചൂരുമായി അതിൻ്റെ കവിതയുടെ മണവുമായി നമ്മുടെ അരികിലേക്ക് വരുന്ന അത്ര പുതുക്കമുള്ളതാണ് എസ് ജോസഫിൻ്റെ മലയാള കവിതയിലെ സാന്നിധ്യം. മുൻപേ ഇങ്ങനെ ഒന്ന് അറിഞ്ഞിട്ടില്ലല്ലോ എന്ന പുതുക്കമായിരുന്നു ആദ്യ കവിതാ സമാഹാരങ്ങളായ കറുത്ത കല്ല്, മീൻകാരൻ, ഐഡൻറ്റിറ്റി കാർഡ്, ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു തുടങ്ങിയ പുസ്തകങ്ങളിലെ വേറിടൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് എസ് ജോസഫിൻ്റെ പുതിയ കവിതാ സമാഹാരമായ കണ്ണാടിയിൽ ആണ്. ഒപ്പം എഴുത്തുകാരനും നമ്മോടൊപ്പം ചേരുന്നു. സ്വാഗതം. ഈ സമാഹാരത്തിൻ്റെ തലക്കെട്ട് തന്നെയായ കവിതയായ കണ്ണാടിയിൽ വായിച്ച് തീരുമ്പോൾ സവിശേഷമായൊരു കാഴ്ചയുടെ കലിഡോസ്കോപ്പിനെ വായനക്കാർക്ക് കൂടി കാണിച്ചു തന്നിട്ട് ഞാൻ ഇവയെല്ലാം കണ്ടു, എൻ്റെ ഉള്ളിൽ ഉദയം കൊണ്ട ഒരു കണ്ണാടിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആ കവിത അവസാനിക്കുന്നത്. ആ കവിത ഒന്ന് വായിച്ചുകൊണ്ട് തുടങ്ങുന്നതായിരിക്കും നമ്മൾ തമ്മിലുള്ള സംഭാഷണത്തിലേക്ക് നല്ല ഒരു പ്രവേശന മാർഗമെന്ന് വിചാരിക്കുന്നു. വായിക്കാമോ? തീർച്ചയായും. അത് ഈ ഏറ്റുമാനൂർ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയൊരു കവിതയാണ്. ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന ഒരു കവിതയാണത്. എൻ്റെ ബാല്യകാലവുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണത്. കണ്ണാടിയിൽ. മരങ്ങളിൽ വള്ളികൾ ചുറ്റിയ പാമ്പിൻ കാവുകൾ, കുലങ്ങളിൽ നിന്ന് ഉരുവം കൊണ്ട കോവിലുകൾ, അടിയിൽ ഉളികൾ കുറിച്ച അമരഗാഥകൾ, കല്ലുപാകിയ ചുറ്റുവഴി, മനുഷ്യരെ വട്ടത്തിലാക്കും തായമ്പക, പഞ്ചാരിമേളങ്ങൾ, ചുമരുകൾക്ക് പിന്നിലുണ്ടാവാം ചിത്രമെഴുത്തുകാർ, നിറങ്ങൾക്ക് ഇടയിലൂടെ നാനാവശങ്ങളിലേക്കും പായും രേഖകൾ, ഇതിഹാസങ്ങൾ ചെറിയ ഇടങ്ങളിൽ കുറുകി വിശ്വരൂപം കാട്ടുന്ന ആഖ്യാനങ്ങൾ, കാലമെന്ന സമസ്യ പൊട്ടിച്ചിതറി പല സംഭവങ്ങളായി കാണുന്നു. തമോവന സീമകളിൽ നിന്ന് എഴുന്നള്ളത്തിനായി വരുന്ന കരിമ്പാറകൾ, വിജനേബത പടരും വിഷാദ കാന്താര ദൂരങ്ങൾ, ഉപകാരത്താൽ കാട്ടാളിന് പതനം, പ്രാകൃത നിലങ്ങളിൽ നിന്ന് കയറി വന്ന തുള്ളൽ ചമയങ്ങൾ, മിഴാവുലികൾ ചെന്നെത്തുന്ന സംഘത്തമിഴ് ശ്രവണപുടങ്ങൾ, പാഠക ഹരികഥാ കഥനങ്ങൾ, പറയെടുപ്പ് ഉത്സവാഘോഷങ്ങൾ, അണിഞ്ഞൊരുങ്ങിയ രാത്രികൾ കത്തിച്ച കാർത്തിക വിളക്കുകൾ, ചന്ദനാങ്കിത ലലാടങ്ങൾ, സ്വർണ്ണ കൊടിമര വിഹായസുകൾ, നടരാജ കാളി വ്യാളി മൃഗ ശില്പതാന്ത്രിക ചിഹ്ന സമ്മിളിത ഗോപുര മേഘപരിണാമങ്ങൾ, ക്ഷേത്ര സമുച്ചയ ജാമിതീരൂപ പ്രതിഫലിത വാപി ചതുര ലോകാപരങ്ങൾ, കണ്ടേൻ ഞാനിവ എൻ്റെ ഉള്ളിൽ ഉദയം കൊണ്ടൊരു കണ്ണാടിയിൽ. എൻ്റെ ഉള്ളിൽ ഉദയം കൊണ്ടൊരു കണ്ണാടിയിൽ ഞാനിവ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കവിത വായിച്ചു തീരുമ്പോൾ എസ് ജോസഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു ഏറ്റുമാനൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാഴ്ചയിൽ നിന്ന് വന്ന ഒരു കവിതയാണ് എന്നുള്ളൊരു അടിക്കുറിപ്പില്ലാതെ തന്നെ അത് വായിക്കുന്നവർക്ക് മറ്റൊരു ലോകം തിരിഞ്ഞു കിട്ടുന്നുണ്ട്. അത് ഒരു കാടിൻ്റെ കാഴ്ചയാണ്. ആ കാടിൻ്റെ കാഴ്ചയിൽ നിന്ന് വൃക്ഷത്തലപ്പുകൾ, പച്ചപ്പുകൾ, അതിനകത്തുള്ള കാടിൻ്റെ ഗഹനതയും പരപ്പും ഒക്കെ തോന്നിപ്പിച്ചുകൊണ്ട് മറ്റൊരു തരത്തിലുള്ളൊരു കാടിൻ്റെ വന്യമായൊരു അനുഭവത്തിലേക്ക് പോകുന്ന പോലെ ആണ് തോന്നുന്നത്. വേരുകൾ എടുപ്പുകളായിട്ട് മാറുന്നതൊക്കെ പോലെ തന്നെ. അപ്പോൾ അത് ഈ പറയുന്ന ഒരു ഏറ്റുമാനൂരിൻ്റേതായ പശ്ചാത്തലമല്ലാതെയും ആ കവിത നിൽക്കുമെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണല്ലോ അത് എഴുതിക്കഴിഞ്ഞ് പേന എടുത്ത് വെക്കുമ്പോൾ മനസ്സിലുണ്ടായിട്ടുള്ളൊരു വികാരം എന്ന് പറയുന്നത് എന്തായിരുന്നു? അത് ശരിയാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് റെഫറൻസുകളുണ്ട്. ഈ മലയാള സാഹിത്യവും നമ്മുടെ ചരിത്രവുമായിട്ട്, പ്രത്യേകിച്ച് നമ്മുടെ സംഘകാലം മുതലുള്ള ചരിത്രവും ഒക്കെ ഇതിനകത്താണുള്ള പല കലാരൂപങ്ങൾ ഇതിനകത്ത് കടന്നു വരുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കൂത്ത് കൂടിയാട്ടം പോലുള്ള സംസ്കാരങ്ങൾ, നളയരുതം പോലുള്ള കൃതികൾ, മിഴാവുലികളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ടല്ലോ, സംഘത്തമിഴ് ശ്രവണപുടങ്ങൾ. അപ്പം അങ്ങനെ ഒരു കൾച്ചറലായിട്ടുള്ള ഒരു സൂചനകൾ ധാരാളമുള്ള ഒരു കവിതയാണ്. അതുകൊണ്ടാണ് സംസ്കൃതബദ്ധമായ ഭാഷയിലാണ് ഈ കവിത എഴുതാൻ പറ്റിയത്.
അത് ശരിക്കും പറഞ്ഞാൽ ഈ ഏറ്റുമാനൂർ ക്ഷേത്രം എന്ന് പറയുന്നതിനെ ഞാൻ ഈ സാഹിത്യവുമായി ബന്ധിപ്പിച്ചാണ് കണ്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ ബി എക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഈ നളചരിതത്തിന്റെ പുസ്തകമായിട്ട് കഥകളി കാണാനൊക്കെ അവിടെ പോകുമായിരുന്നു. അപ്പൊ അതിന്റെ കെട്ടും മട്ടും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഒരുമാതിരി അറിയാം. ചെറുപ്പം മുതലേ അവിടെ ഏറ്റുമാനൂരാണ് ഞാൻ പഠിച്ചത്. അപ്പൊ ഈ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനൊക്കെ ശരിക്കും പങ്കെടുത്തിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു സംഗതിയുണ്ട്. ഞാൻ ഈ കഥകളി, കൂടിയാട്ടം, അല്ലെങ്കിൽ ഹരികഥ, അതുപോലെ പാടകം, അതുപോലെ പല കലാരൂപങ്ങൾ, കുറത്തിയാട്ടം, ഡാൻസുകള്, ഇതെല്ലാം അവിടെ നിന്നാണ് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ആ ക്ഷേത്രവുമായിട്ടുള്ള ഇന്റിമസിയും. എന്നാൽ അത് ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകാറില്ല. അതൊരു കണ്ണാടിയിലേക്ക് അത് പ്രതിഫലിപ്പിച്ചു വിടുന്ന ഒരു സംഗതിയാണ്. ഈ നാരായണ ഗുരുവിന്റെ ഈ കണ്ണാടി പ്രതിഷ്ഠയിലേക്ക് ഒരു സൂചനയുണ്ട്. ഇനിയിപ്പൊ കണ്ണാടി പ്രതിഷ്ഠ മതി എന്നുള്ള നമ്മളെ തന്നെ നമ്മൾ കാണുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം. ക്ഷേത്രം എന്ന് പറയുന്നത് അങ്ങനെ നമ്മളുടെ തന്നെ ഒരു മുഖച്ഛായയിലേക്ക് കാര്യങ്ങൾ പോകുന്നതായിട്ടാണ് ഞാൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. മലയാള കവിതയെ സംബന്ധിച്ചിട്ട് മലയാള കവിത പരിചയിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള മനുഷ്യരെയും അതേപോലെ തന്നെ ജീവിതങ്ങളെയും ഭൂപ്രകൃതികളെയും ഒക്കെ ആവിഷ്കരിക്കുന്നു എന്നുള്ളതാണ് ജോസഫിൻ്റെ കവിതകളുടെ ഒരു പ്രധാനപ്പെട്ട ഉള്ളുരയായിട്ടും അതിൻ്റെ കാതലായിട്ടും ഒക്കെ നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഇപ്പോൾ വായിച്ചതായിട്ടുള്ള കാര്യങ്ങൾ, പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ, പഠിച്ച കവിതകൾ, വായനാനുഭവങ്ങൾ, മുൻപേയുള്ള കവികൾ, ഇവരെ ഒന്നും പിൻപറ്റിയിട്ടില്ല എസ് ജോസഫ് എന്നുള്ളത് ഈ ആദ്യത്തെ പുസ്തകം മുതൽ മീൻകാരനാവട്ടെ, കറുത്തകല്ലാവട്ടെ, അതിൽ നിന്നൊക്കെ ആ രീതിയിലാണ് നമ്മൾ ആ കവിതകളെ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് പകരമായിട്ട് സ്വയം പരിചിതമായിട്ടുള്ള പരിസരങ്ങൾ, ചുറ്റുപാടുകൾ, അനുഭവങ്ങൾ, ഇതിനെയൊക്കെ കവിതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇക്കാലം അത്രയും ജോസഫിൻ്റെ മനഃപൂർവ്വമല്ലാത്ത സ്വാഭാവികമായ ശ്രമങ്ങളായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ അത്തരം പദങ്ങളൊക്കെ ഈ കവിതയിൽ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് അതിൻ്റെ ഡിക്ഷനിൽ സംസ്കൃത പദങ്ങൾ വരുന്നത് നേരെ വിപരീതമാണല്ലോ. ഏറ്റവും അടുത്തുള്ള വാക്കുകൾ, നാട്ടിലെ വാക്കുകൾ, വീട്ടിലെ വാക്കുകൾ, കുളക്കരയിലെ വാക്കുകൾ, തോടിൻ്റെ വക്കത്തെ വാക്കുകളൊക്കെ കവിതയിൽ കൊണ്ടുവന്ന എസ് ജോസഫിൻ്റെ കണ്ണാടിയിൽ എന്ന കവിതയിലെത്തുമ്പോൾ ഈ പറയുന്ന ഒരു സംസ്കൃത പദങ്ങളുടെ ഒരു വലിയ നിര വരുന്നത് ആ കവിത ആവശ്യപ്പെടുന്നത് കൊണ്ട് ആണ് എന്നത് മാത്രമാണോ അതിൻ്റെ ഉത്തരം? അതൊരു ഉത്തരമാണ്. പക്ഷെ എങ്കിൽ പോലും എൻ്റെ ഒരു ഡുവാലിറ്റി ഉണ്ട്. ഇപ്പം നമ്മളിപ്പം കുഞ്ഞൻ നമ്പ്യാരെ കുറിച്ച് പറയുമ്പം ഈ രാമപാണിവാദൻ എന്ന് പറയുന്ന ഒരു കവിയെ കുറിച്ച് പറയാറുണ്ട്. അയാൾ സംസ്കൃത കവിയാണ്. കുഞ്ഞൻ നമ്പ്യാര് മലയാളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കവിത എഴുതിയ ആളാണ്. പക്ഷെ രാമപാണിവാദൻ സംസ്കൃതത്തിൽ മാത്രമേ കേട്ടുള്ളൂ. അപ്പൊ ഈ രണ്ട് സൈഡ് എനിക്കുണ്ട്, രണ്ട് വശമുണ്ട്. ഒന്ന് കുറച്ചൊക്കെ സംസ്കൃതബദ്ധമായിട്ടൊക്കെ എഴുതാനും പറ്റുന്ന ഒരു ആൾ കൂടിയാണ് ഞാൻ. എൻ്റെ സ്വഭാവത്തിൽ ഈ വൈരുദ്ധ്യം ഉണ്ട്, ഉണ്ടാവാം അങ്ങനെ വന്നിട്ടുള്ളത്. ഒരു ഹൈബ്രിഡ് സ്വഭാവമാണ് അത് എനിക്കുള്ളത്. പലതരത്തിലത് ക്രിസ്ത്യനാണ്, അതേസമയം ദളിതാണ്, ആ തരത്തിലുള്ള ഒരു വൈരുദ്ധ്യം. അതുപോലുള്ള ഒരു വൈരുദ്ധ്യം എന്ന നിലയിലാണ് ഈ ഭാഷയുടെയും വൈരുദ്ധ്യം വരുന്നത്. ഞാൻ ഏറ്റവും ആദ്യകാലത്തൊക്കെ സംസ്കൃതബദ്ധമായ രീതിയിലാണ് കവിത എഴുതിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് ഞാൻ ആ ഒരു പുതിയ മാറ്റത്തിലേക്ക് വന്നത്. അത് അന്നൊരു അനിവാര്യമായിരുന്നു. ഇന്നിനിപ്പോ അത്ര അനിവാര്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് അതിനകത്ത് ഭാഷ നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഭാഷ മാത്രമാണ് കവിത എന്ന് പറയാനും പറ്റില്ലല്ലോ. ഭാഷയല്ലല്ലോ, കവിതയല്ലേ നമ്മൾ ആവിഷ്കരിക്കേണ്ടത്. ആ രീതിയിലേക്ക് വേറെ തരത്തിലേക്ക് ഞാൻ നീങ്ങുകയാണെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇതേപോലെ ഇനിയും വെളിവാക്കപ്പെടാത്ത വിരുദ്ധ വ്യക്തിത്വം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് അതിനെ ബന്ധിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ടാവും. അപ്പോൾ ഇനിയും ആ രീതിയിൽ വിചിത്രവും വ്യത്യസ്തവുമായിട്ടുള്ള എസ് ജോസഫിൻ്റെ ഉള്ളിലെ വ്യക്തികളും അനുഭവങ്ങളും മറ്റൊരു രൂപത്തിൽ കവിതകളായിട്ട് വരാൻ സാധ്യതയുണ്ടോ ഇത്രയും കാലം ഒതുക്കി വെച്ചിരുന്നത്? അതുകൊണ്ട് ഇതിനകത്ത് തന്നെ മഹാരാജാസിനെ കുറിച്ചൊക്കെ സംസ്കൃതബദ്ധമായിട്ടാണല്ലോ. മാത്രമല്ല ഈ കവിതയുടെ അവസാനത്തെ വരി ശാർദുല വിഗ്രഹത്തിലെ ഒരു വരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആണ് അവിടെ താളം വന്നത്. കണ്ടേൻ ഞാനിവ എൻ്റെ ഉള്ളിൽ ഉദയം കൊണ്ടോരു കണ്ണാടിയിൽ. അതുവരെ അത് ഫ്രീ വേഴ്സിൽ എഴുതിയ കവിതയാണത്. അതുപോലെ ഈ പുതിയ പുസ്തകത്തിൽ കുറേയേറെ കവിതകൾ സംസ്കൃത വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ആ ഒരു പ്രകൃതി വർണ്ണന, ആ കാഞ്ഞിരത്തെ കുറിച്ച് എഴുതിയ കവിത, വംശചരിതം, പിന്നെ വംശചരിത്രമെന്നോ ചരിത്രമെന്നോ ഓർക്കുന്നില്ല, പിന്നെ മഹാരാജാസ് എന്ന് പറയുന്ന ഒരു കവിത, തടാകം എന്നുള്ള കവിതയൊക്കെ സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത്.
അല്ല, ഈ കവിതകളിൽ ഒരു ചിത്രണത്തിൻ്റെതായ ഒരു ശൈലിയുണ്ടല്ലോ, ഒരു പെയിൻറ്റിങ്ങിൻ്റെതായിട്ടുള്ളൊരു സവിശേഷത. അപ്പോൾ ഒരു കാഴ്ചയായിട്ട് വരുന്നു, ഒരു പെയിൻറ്റിങ് പോലെ വരുന്നു. കവിതയെ ആ രീതിയിൽ ഒരു ചിത്രശില്പമായിട്ട് മെനഞ്ഞെടുക്കുന്ന ഒരു കൗശലവും ഉണ്ട്. ആ കൗശലം നിലനിൽക്കെ തന്നെ ലാളിത്യത്തിൻ്റെ ഒരു സൗന്ദര്യം അവിടെ നിൽക്കുകയും ചെയ്യുന്നു, അതിൻ്റെ ആഴം അനുഭവിക്കാനും കഴിയുകയും ചെയ്യുന്നു. ആ രീതിയിൽ ഇപ്പോൾ സൂചിപ്പിച്ച കവിതകളിൽ ഏതെങ്കിലും ഒന്ന് ഈ നിമിഷം ഒന്ന് വായിക്കാമോ? അല്ല, ഈ കവിതയുടെ ഒരു പ്രത്യേകത, ഈ കവിത നിങ്ങൾ പറഞ്ഞ ശരിയാണ്, വളരെ കറക്റ്റാണ്. ഒരു ചിത്രകലയുടെ ഏറ്റവും പുതിയ ലോകവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ആഖ്യാന രീതി ഈ കവിതയിലുണ്ട്. ഇതിപ്പോ ഉദാഹരണത്തിന് ഞാൻ അതിനകത്തുനിന്നൊരു കവിത ചൊല്ലാം. ആ കവിത കണ്ടെത്തുന്ന സമയം കൊണ്ട് ഞാൻ അതിലെ ഈ പറയുന്നത് പോലെ ഉള്ള ഒരു ചിത്രണ സ്വഭാവമുള്ള ചില വരികൾ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ സൂചിപ്പിക്കാം. അത് ഞാൻ സൂചിപ്പിക്കുന്ന സമയത്തിനിടയിൽ ആ കവിത കണ്ടെത്തുക. നോക്കി നിൽക്കേ വറ്റിപ്പോകുന്ന ഒരു കുളം, ഒഴിയുന്ന ഇലകൾ, ഉണങ്ങി ഒടിയാറായ മരക്കൊമ്പുകൾ, വീണ് ചത്തുണങ്ങിയ കൂമന്റെ ശവം, അടയ്ക്കപ്പെട്ട കാടിനുള്ളിൽ തുറക്കപ്പെട്ട കാടുകളുണ്ട്. തുറക്കപ്പെട്ട കാടിനുള്ളിൽ അടയ്ക്കപ്പെട്ട കാടും ഉണ്ട് എന്ന് പറയുന്ന ഒരു കവിതയും ഒരു പക്ഷേ ഈ പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതിൽ അടയ്ക്കപ്പെട്ട കാടിനുള്ളിൽ തുറക്കപ്പെട്ട കാടുകളുണ്ട് എന്ന് പറയുന്നതിനെ ഒരർത്ഥത്തിൽ എഴുതപ്പെട്ട കവിതയ്ക്കകത്ത് തുറക്കപ്പെടാൻ സാധ്യതയുള്ള അനുഭൂതികളും അനുഭവങ്ങളും ഉണ്ട് എന്നുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് എസ് ജോസഫിനെ സംബന്ധിച്ചിട്ട് ഇതുവരെയുള്ള എല്ലാ കവിതകളും, എഴുതപ്പെട്ട ഏത് കവിതയും ആ നിമിഷം വായിക്കപ്പെട്ടതിന് ശേഷം അത് അടഞ്ഞു കിടന്നാൽ തന്നെയും വീണ്ടും പലതരത്തിലുള്ള തുറവികളിലേക്ക് അത് ഇടം തുറന്നിടുന്നതുകൊണ്ട് വീണ്ടും ആ പുസ്തകങ്ങൾ എടുക്കാൻ തോന്നിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയാണത്. അപ്പൊ ഞാൻ ആ മറ്റേ തടാകം എന്നുള്ള കവിതയിലെ ഒരു രണ്ടൊന്ന് വരി മുഴുവൻ ചൊല്ലുന്നില്ല. നക്ഷത്രാകീർണ വ്യോമം മിനുമിനെ മതിയും കൂടെ ഇങ്ങോ തടാകം മിഥ്യാലോകം പണിഞ്ഞു പകരമധികം ഭംഗിയായി മേളിലേക്കാൾ മേലും കീഴും സുവർണം കരിനിറമതിലായി വിഭ്രമം കൊണ്ട് യാനം വേറെ ലോകത്ത് പോയോര് അനുഭവരസമായി തീർന്നതിനോർമ്മയെന്നും. നമ്മൾ ഈ തടാകം എന്ന് പറയുന്ന കവിത നമ്മുടെ തേക്കടിയിലെ തടാകത്തെ കുറിച്ചാണ്. അപ്പൊ അവിടെ എനിക്ക് രാത്രിയിൽ യാത്ര ചെയ്യാൻ ഒരു അവസരം കിട്ടി. സാഹിത്യ അക്കാദമിയിലായിരുന്ന കാലത്താണ്. അപ്പൊ അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസറുടെ ഒരു പ്രത്യേക സഹായം കൊണ്ട് നമുക്കൊരു ബോട്ടിലൂടെ ഈ നല്ല രസമാണ് ആ തടാകത്തിലൂടെ രാത്രി വളരെ വേഗത്തിൽ ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ ഈ ആകാശത്ത് നിറയെ നക്ഷത്രങ്ങളാണ്, കോടാനുകൂടി നക്ഷത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. അത്ര ഒരു ദൃശ്യം ഞാൻ ജീവിതത്തിൽ എങ്ങും കണ്ടില്ല. അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻ താഴെ അതേപടി വരികയാണ്. അതാണ് ഈ കവിതയിൽ പറയുന്നത്. നക്ഷത്രാകീർണ വ്യോമം മിനുമിനെ മതിയും കൂടെ ഇങ്ങോ തടാകം മിഥ്യാലോകം പണിഞ്ഞു പകരമത് അധികം ഭംഗിയായി മേളിലേക്കാൾ മേലും കീഴും സുവർണം കരിനിറമതിലായി വിഭ്രമം കൊണ്ട് യാനം വേറെ ലോകത്ത് പോയോരനുഭവ രസമായി തീർന്നതിനോർമ്മയെന്നും. ഇങ്ങനെയാണ് ഈ കവിതയിൽ ഒരു രണ്ടു തരത്തിൽ മുകളിലും താഴെയും ഒരു നക്ഷത്ര ലോകം വരുന്നതാണ്. അത് നമ്മൾ കണ്ടാലേ അതിന്റെ ആ ഒരു, നമുക്കൊരിക്കലും ഒരു കവിതയിൽ പറയുന്ന കാര്യത്തോടൊപ്പം ആ കവിതയ്ക്ക് എത്താൻ പറ്റണമെന്നില്ല. അതങ്ങനെയാണല്ലോ, റിയാലിറ്റിയെ ആണല്ലോ, അല്ലെങ്കിൽ ഒരു പ്രത്യേക റിയാലിറ്റി ആണല്ലോ നമ്മൾ കവിതയിൽ കൊണ്ടുവരുന്നത്. നമ്മൾ എത്ര സമർത്ഥനായ കവിയാണെങ്കിലും അത് അതേപടി കൊണ്ടുവന്നാലും അത് അവിടെ പോയി കാണുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതിലേക്കുള്ളൊരു വഴിയായിട്ട് ഈ കവിതയെ കണ്ടാൽ മതി. ആകാശത്തെ താഴെയുള്ള തേക്കടിയിലെ ജലാശയത്തിലെ ജലത്തിലെ പ്രതിബിംബം അതിൻ്റെ ഒരു മിഥ്യാരൂപം ഉണ്ടാക്കുമ്പോൾ ഈ യഥാർത്ഥം എന്ന് പറയപ്പെടുന്ന ആകാശത്തിലെ ആ സൗന്ദര്യ കാഴ്ചയിൽ നിന്നേക്കാൾ ആഹ്ലാദകരവും അനുഭൂതിദായകവുമായിട്ട് തോന്നുന്നു ഈ മിഥ്യ എന്ന് തോന്നിപ്പിക്കുന്നത് എന്നുള്ളത്. ഇത് ജോസഫിൻ്റെ മിക്കവാറും കവിതകളിൽ ഈ വലിയ അവകാശവാദങ്ങളില്ലാതെ കണ്ട് ഇതാണ് എന്ന് കൃത്യമായിട്ട് ഒരു പൂർണ്ണ വിരാമം ഇട്ടുകൊണ്ട് സ്ഥാപിക്കലിൻ്റെ കവിതയല്ല. ആ സ്ഥാപിക്കലിൻ്റെ കവിതയല്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ ഈ ജലാശയത്തിന് മുകളിൽ കാണുന്ന പ്രതിബിംബം എന്ന് പറയുന്നത്, അപ്പം ജലം വളരെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഈ സമാഹാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ വെള്ളത്തെക്കുറിച്ച് പറയും, വെള്ളവും കവിതയും ഒരുപോലെയാണ് എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കവിത തന്നെ ഇതിലുണ്ടല്ലോ. വെള്ളം എന്നതിന് രൂപമില്ല, മഴയായിടാം പുഴയായിടാം കായൽ തോടുകൾ മേഘരൂപം അത് കോടയാം മിഴിനീരുമാം ആവിയായി ഉറമഞ്ഞുമായി മഴവില്ലുമായി ഇറവെള്ളമായി കാണുകയാണ് നിയതം സ്വരൂപം അതിനില്ല.
കാവ്യമത് വെള്ളമാം എന്ന് പറയുന്നതും ഇതും തമ്മിൽ ചേർത്ത് വെക്കാൻ എനിക്ക് തോന്നുകയാണ്. ഒരു കവിതയുടെ നിർവചനം എന്നുള്ള നിലയ്ക്ക് കൂടി മാറുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഈ വസ്തുക്കള് എല്ലാം പരസ്പരം ബന്ധിതമാണ്. ഇപ്പം കല്ലാണെങ്കിലും വെള്ളമാണെങ്കിലും അല്ലെങ്കിൽ ഈ മരമാണെങ്കിലും മനുഷ്യനാണെങ്കിലും എല്ലാം തന്നെ ഒരേ ഒരു സംഭവത്തിന്റെ ഒരേ ഒരു അവസ്ഥയുടെ ഭിന്ന രൂപങ്ങളാണെന്നുള്ളതാണ്. അത് സയന്റിഫിക് ആയിട്ട് നോക്കിയാലും ശരി തന്നെയാണ്. ആ ഒരു ബോധമാണ് അവിടെ. വെള്ളം എന്ന് പറയുന്നത് കവിതയായി മാറുമ്പോ വെള്ളത്തിന് പല രൂപങ്ങളുള്ളത് പോലെ തന്നെ കവിതയ്ക്കും പല ഫോംസുകളുണ്ട്. നമ്മൾ സാഹിത്യത്തിലെ നോവല്, കഥ, കവിത എന്നൊക്കെ പറയുന്ന പല വിഭാഗങ്ങളുണ്ട്. നാടകം, അല്ലെ കലകൾ മൊത്തം, സിനിമയോ ചിത്രകലയോ, ഇതിന്റെ എല്ലാം ഒരു അനുഭവം എന്ന് പറയുന്നത് ഏതാണ്ട് സമാനമല്ലേ? അല്ലെ? എല്ലാ മനുഷ്യന്റെയും സന്തോഷം ഒരുപോലല്ലേ? എല്ലാ മനുഷ്യന്റെയും ദുഃഖം ഒരുപോലല്ലേ? എല്ലാ മനുഷ്യന്റെയും ജീവൻ ഒരുപോലല്ലേ? ജീവിതം സമാനമല്ലേ? സംസ്കാരം സമാനമല്ലേ? ആ ഒരു സമാനത കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടിയാണത്. നമ്മൾ തമ്മിലുള്ള ഈ ഒരു സംഭാഷണത്തിന് ഞാൻ പൊതുവായി കൊടുത്തിട്ടുള്ള ഒരു ശീർഷകം അല്ലെങ്കിൽ ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് കാണിപ്പതെന്താവണം കവിതയുടെ കണ്ണാടി എന്നാണ്. അപ്പോൾ കവിതയുടെ കണ്ണാടിയിൽ നാം കാണുന്നത് എന്താവണം എന്നുള്ള ചോദ്യം വരുന്നു. കവിതയുടെ കണ്ണാടിയിൽ കേവലം നമ്മുടെ പ്രതിബിംബമാണോ, നാം മറച്ചു വെക്കുന്ന മറ്റെന്തെങ്കിലുമാണോ, ഭാഷയുടെ വരേണ്യത കൊണ്ട് അലങ്കരിക്കപ്പെട്ട കാഴ്ചകളാണോ? ഇങ്ങനെ കണ്ണാടി എന്ന വാക്കും കവിതയും തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് ധാരാളം കാര്യങ്ങൾ പറയാൻ കഴിയുമായിരിക്കുമല്ലോ. അല്ല, അതിനകത്ത് വരുന്ന വേറൊരു കവിതയുടെ ശ്ലോകം കൂടി ഞാൻ ചൊല്ലാം. ഇത് മഹാരാജാസിനെ കുറിച്ച് എഴുതിയ കവിതയാണ്. അവിടുത്തെ കടലിനെ കുറിച്ച് എഴുതിയൊരു കവിതയാണ്. മായാമോഹനമായ നീലിമ കലർന്നാവിഷ്കരിപ്പൂ ജലഛായം, ബാഹ്യതരംഗലീല അതിനുള്ള ആഴങ്ങൾ അജ്ഞാതമാം, കാറ്റത്തങ്ങിളകുന്ന ഗാഢ ഹരിതം തേച്ചൊട്ട അദൃശ്യങ്ങളായി കൂറ്റൻ കെട്ടിട ഭാഗമൊക്കെ അതിനാൽ നോട്ടത്തിൽ അജ്ഞാതമായി. ഇവിടെ വരുന്ന ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് ഈ കടലിന്റെ ആഴത്തിൽ എന്താണുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ആണ് മായാമോഹനമായ നീലിമ കലർന്ന് ആവിഷ്കരിപ്പൂ ജലഛായം. ജലഛായം കടലാണ്, നമ്മുടെ അറബിക്കടലാണ്. ബാഹ്യ തരംഗലീല അതിനുള്ള ആഴങ്ങൾ അജ്ഞാതമാണ്. ബാഹ്യത്തിലൊരു തരംഗലീലയൊക്കെ ഉണ്ടാകും, പക്ഷെ അതിന്റെ അടിയിലുള്ളത് എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ അതിന് സമാനമായിട്ട് മഹാരാജാസിലെ വൃക്ഷങ്ങൾ കാരണം മഹാരാജാസ് എന്നുള്ള കോളേജ് കാണാൻ പറ്റില്ലെന്നാണ്. പുറത്തോട്ട് നടന്നു പോകുന്നവർക്ക് ഈ മഹാരാജാസിന്റെ മഹത്വം അറിയാൻ പറ്റില്ല, അതിന്റെ ആഴം അറിയാൻ പറ്റില്ല. എന്നാണ് കാറ്റത്തങ്ങിളകുന്ന ഗാഠഹരിതം തേച്ചൊട്ട അദൃശ്യങ്ങളായി കൂറ്റൻ കെട്ടിട ഭാഗമൊക്കെ അതിനാൽ നോട്ടത്തിൽ അജ്ഞാതമായി. ഇതാണ് എൻ്റെ ഒരു കമ്പാരിസൺ. അപ്പം കടലിന്റെ ആഴങ്ങളിൽ എന്താണുള്ളതെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് നമുക്ക് കടലിനെ പേടിയില്ലല്ലോ. ഒരു കുളത്തെ കണ്ടാൽ പേടിയുണ്ടെങ്കിൽ പോലും ആർക്കും കടൽ കണ്ടാൽ പേടിയൊന്നുമില്ല. കാരണം എന്താ? ഇതിന്റെ ആഴം എന്താന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ ഇവിടെ കടലിന്റെ അടിയിൽത്തട്ട് പോലെ ഒന്ന് എന്തിലും ഉണ്ട്, മഹാരാജാസിലാണെങ്കിലും ഉണ്ട്. നമ്മളത് ആഴത്തിൽ ഇറങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ എന്നാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. ഇതുപോലെ എന്റെ കവിതയിലും കാണും. നിങ്ങൾ പറഞ്ഞത് തന്നെ ശരിയാണ്. ഈ വെള്ളത്തിന്റെ അടിയിൽ എന്തോ ഉണ്ട്, അല്ലേ? വെള്ളം സുതാര്യമൊന്നും അല്ലല്ലോ. ചെറിയൊരു പാത്രത്തിലെടുത്താൽ സുതാര്യമാണ്. പക്ഷെ വെള്ളം എന്ന് പറയുന്നതിന്റെ ആഴം എന്തേരം വരെ പോകും, അല്ലേ? കവിതയ്ക്കും അങ്ങനെ തന്നെ, ആഴം എന്തേരം വരെ പോകും. മഹാരാജാസ് കോളേജിൽ എറണാകുളത്ത് മലയാള വിഭാഗത്തിൽ അധ്യാപകനായിരുന്ന കാലങ്ങൾ, അവിടെ അധ്യാപക ജീവിതത്തിൻ്റെ ഔദ്യോഗിക പിരിമുറുക്കങ്ങളും കുരുക്കുകൾക്കും ഇടയിലും മറ്റൊരു മനുഷ്യനായി മാറി എന്നിട്ട് ആ കോളേജിനെ ഒരു മുകളിൽ നിന്ന് കാണുക, താഴെ നിന്ന് കാണുക എന്നുള്ള കാര്യങ്ങളിലൂടെ പോയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരേ സമയം ഇപ്പോൾ ഏറ്റുമാനൂരിലുള്ള വീട്ടിലിരുന്നിട്ടാണ് ഇപ്പോൾ എസ് ജോസഫ് സംസാരിക്കുന്നത്. അവിടെ ആ വീടും ആ വീടിൻ്റെ പരിസരവും നാടും കുട്ടിക്കാലവും കൗമാരവും ഒക്കെ എസ് ജോസഫിൻ്റെ കവിതകൾ വായിച്ചിട്ടുള്ളവർക്കറിയാം ഏതൊക്കെ തരത്തിലാണ് എസ് ജോസഫ് ഈ പറയുന്ന ഒരു അധ്യാപക ജീവിതത്തിന് മുമ്പ് ജീവിച്ചു പോന്നിട്ടുള്ളത് എന്നും അറിയാം. അപ്പോൾ ഈ പുസ്തകത്തിൽ തന്നെ ഇപ്പോൾ 2 വഴികൾ എന്ന് പറയുന്ന ഒരു കവിതയുണ്ടല്ലോ. ഒരേ സമയം നഗരത്തിൽ മനുഷ്യനായും അജ്ഞാതവനത്തിൽ കടുവയായും ഞാൻ ജീവിക്കുന്ന വിവരം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന കവിത, അതും ഞാൻ ഈ പറഞ്ഞ കാര്യവും തമ്മിൽ ചേർത്ത് വെച്ചുകൊണ്ട് എന്താണ് അതിനോട് പ്രതികരിക്കാൻ കഴിയുക? അതിനകത്ത് ഇപ്പം വിക്ടോറിയൻ കവിതയെ കുറിച്ച് പറയുമ്പം ഒരു എഴുത്തുകാരി ആണെന്ന് തോന്നുന്നു, അവർ പറയുന്നത് ഡബിൾ പോയം എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഡബിൾ പോയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറമെ കാണുന്നതല്ലാതെ അതിന്റെ അടിയിൽ വേറൊരു ലോകമുണ്ട് കവിതയ്ക്ക്. അപ്പം എന്റെ സ്വഭാവത്തിൽ ഈ ഇരട്ട സ്വഭാവം അത് കവിതയിലാണ് ഇങ്ങനെ വരും.
ഒന്ന് പുറമേയുള്ള ഒരു കവിത, ആഴത്തിലുള്ള മറ്റൊരു കവിത. സ്വഭാവത്തിലാണെങ്കിൽ അത് എങ്ങനെ വരും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ ഒക്കെ വരാം. അപ്പം നമ്മളുടെ ഉള്ളിലുള്ള ഒരു ജൈവബോധമാണ് ഈ കടുവ എന്ന് പറയുന്നത്. അത് നമുക്കത് മറച്ചു വച്ചേ ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു മനുഷ്യന് സ്വാഭാവികമായി ജീവിക്കാവുന്ന ഒരു സംഗതി ഈ നഗരകേന്ദ്രിത ലോകത്തില്ല. അപ്പൊ നാഗരികതയുടെ ഒരു പ്രത്യേകത തന്നെ മനുഷ്യന്റെ സ്വാഭാവികതയെ അതെല്ലാവർക്കും അറിയാവുന്ന സഖ്യന്റെമാൻ എന്നുള്ള കവിതയിലൊക്കെ അത് വരുന്നുണ്ടല്ലോ. കുട്ടിക്കൃഷ്ണന്മാരൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്, ഫ്രോയിഡിന്റെ സിദ്ധാന്തമൊക്കെ വെച്ച്. അപ്പം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു പരിധി വരെ ഒരു പകുതി യന്ത്രങ്ങളായിട്ടൊക്കെയാണ്. അപ്പൊ ആ ഒരു ജീവിതം അതേസമയം മറച്ചു വെച്ച മറ്റൊരു ജീവിതം, ഒരു കടുവയുടെ ജീവിതം. കടുവയൊക്കെ വളരെ സ്വാഭാവികമായിട്ട് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജീവജാലങ്ങളാണ്. കടുവ എന്നെല്ലാം മൃഗം അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ എടുത്തു വളർത്തുന്ന ജീവികൾ പോലും ഏതാണ്ടൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു സംഭവമാണ് നമ്മുടെ ഒരു അതറായിട്ടൊരു മൃഗം വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ മൃഗവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം കൂടെ ഉണ്ട്. ഈ മൃഗം എന്ന് പറയുന്നതിന്റെ വേറൊരു ഘട്ടമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അല്ലെ, ഇതിനകത്തൊരു മനുഷ്യനിലൊരു മൃഗമുണ്ട്. മൃഗത്തിൽ മനുഷ്യനില്ല, പക്ഷെ മനുഷ്യനിൽ മൃഗമുണ്ട്. മാത്രമല്ല, ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഈ മൃഗങ്ങൾ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ മനുഷ്യരിന്നിങ്ങനെ ഉണ്ടാവില്ലായിരുന്നതാണ്. മനുഷ്യരുടെ സ്വഭാവം തന്നെ ഇങ്ങനൊന്നും ആവില്ലായിരുന്നതാണ്. ഇപ്പൊ മൃഗവും മനുഷ്യനും തമ്മിലുള്ള ഒരു വലിയ ബന്ധത്തെക്കുറിച്ചൊക്കെ അകമ്പനെ പോലുള്ളവരൊക്കെ ഓപ്പൺ എന്ന് പറയുന്ന പുസ്തകമൊക്കെ പറയുന്നുണ്ട്. അതെന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പൊ അതാണ് അത് നമ്മുടെ ഇതില്ലേ എന്നാ മറ്റേ ഒരു തെയ്യമുണ്ടല്ലോ, പുലിമറഞ്ഞ തൊണ്ടച്ചൻ. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് പുലിമറഞ്ഞ തൊണ്ടച്ചൻ ഇയാൾ പുലിയായിട്ട് പോവുകയാണ്. ഒരു മനുഷ്യൻ പുലിയായിട്ട് മാറുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. പുലിപ്പുറത്ത് വരുന്ന അയ്യപ്പനെ നമുക്കറിയാം. അതല്ല, മനുഷ്യൻ ഒരു നാടിവാഴിക്ക് വേണ്ടി മരുന്ന് എടുക്കാൻ വേണ്ടി പുലിയായി മാറിപ്പോവുകയാണ്. പിന്നെ അയാൾക്ക് ജീവിതത്തിലേക്ക് വരാൻ പറ്റുന്നില്ല. കാരണം അയാളുടെ ഭാര്യ ആ സമയത്ത് കാടിവെള്ളമൊന്നും ചൂലൊന്നും കരുതിയെങ്കിലും അവർക്ക് അയാൾ വന്നപ്പോൾ പേടിച്ചു പോയിട്ട് പിന്നെ അയാൾ പുലിയായിട്ട് തന്നെ പോവുകയാണ്. ഇവിടെ നമ്മൾ ഈ ഫോക്ലോറിലൊക്കെ നോക്കിയാൽ അറിയാം മനുഷ്യനും മൃഗവും തമ്മിലുള്ള ഒരു ബന്ധം. അതിനെക്കുറിച്ചാണ് മറ്റേ ചിന്തകൻ പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലുള്ള സംഗതികൾ എൻ്റെ വേറൊരു കവിതയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. കീരി എന്നുള്ള കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വേറെ തരത്തിൽ കവിതയിലും ഉണ്ട് ഈ രണ്ട് തലം. നമ്മുടെ ആരുടെ കവിത എടുത്താലും അതിനകത്ത് ഒരു പുറമെ പറയുന്ന ഒരു കാര്യവും അതിന്റെ അകത്ത് ഒരു കാര്യമുണ്ട്. ഇതിനെക്കുറിച്ചാണ് ആ വിക്ടോറിയൻ കവിതയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവര് പറയുന്നത് ഈ ഡബിൾ പോയം എന്നുള്ളത് കൺസെപ്റ്റ് പറയും. എന്റെ സമയം ഡബിൾ ഐഡന്റിറ്റി ഉള്ള ഒരാളാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്ത്യനുമാണ് അതേസമയം ദളിതുമാണ്. എന്നാൽ രണ്ടും അല്ലതാനും. ഈ രീതിയിലുള്ള ഐഡന്റിറ്റിയും മൃഗമാണെന്ന് വെച്ചാൽ മൃഗവും ഉണ്ട് നമ്മളിൽ, മനുഷ്യനും ഉണ്ട്. അല്ലെ നാഗരികനുണ്ട്, ഗ്രാമീണനുണ്ട്, അല്ലെ കാടനുണ്ട്, നാഗരികനുണ്ട്. ഈ ഒരു സങ്കീർണതയ്ക്കകത്ത് ജീവിക്കാൻ ഇന്നത്തെ കവികൾക്ക് പറ്റുള്ളൂ. ഒരു ടെക്നോക്രാറ്റിന് അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റിനോ ഒക്കെ അല്ലെങ്കിൽ ഒരു പൊളിറ്റീഷ്യനൊക്കെ ന്യായമായിട്ടൊരു നഗരകേന്ദ്രിത ജീവിയായിട്ട് ജീവിക്കാം. പക്ഷെ ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം, ബിനീഷ് ആണെങ്കിലും ഞാനാണെങ്കിലും ഏത് കവിയാണെങ്കിലും അയാൾക്ക് ഒരേ സമയം ഒരു മനുഷ്യനും മൃഗവുമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അയാൾക്ക് ഒരേ സമയം പലതായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം. ഈ ഒരേ സമയം ദളിത് എന്ന് പറയുന്ന ആ വാക്കുകൾ ഇപ്പോൾ ജോസഫിൻ്റെ നാവിൽ നിന്ന് വന്നതുകൊണ്ട് നേരത്തെ ഒരു എഴുത്തിൽ ക്രിസ്ത്യാനിറ്റി, എസ് ജോസഫിലുള്ള ക്രിസ്ത്യാനിറ്റി ഒരു മാസ്കാണ്, ഒരു മുഖപടമാണ് എന്നുള്ള രീതിയിൽ സൂചിപ്പിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത്. അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ കവിതയിൽ, ഈ സമാഹാരത്തിലെ പ്രധാനപ്പെട്ട കവിതയായ കണ്ണാടിയിൽ എന്ന കവിത ഏറ്റുമാനൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കൗമാരകാലത്തിലെ യൗവനകാലത്തിലൊക്കെ സന്ദർശനങ്ങൾ, കഥകളി കാണാൻ പോകലടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ആ ഒരു തുറവിയോടുകൂടി അവിടെ പോകാൻ കഴിയാത്ത ഒരവസ്ഥ ഒരു ഭാഗത്തുണ്ട്. അതേസമയത്ത് ഈ ഒരു മാസ്ക് തുടരുന്നു. ഈ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതുപോലെ സങ്കീർണമായ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. നമ്മൾ കേരളത്തില് ഈ അടിസ്ഥാന മനുഷ്യരുടെയൊക്കെ ഒരു അവസ്ഥ അത് തന്നെയാണ്. അതൊരു ഹ്യൂമിലിയേഷൻ ഉണ്ട് അതിനകത്ത്. നമ്മളിപ്പോ എത്ര കോളേജ് പ്രൊഫസറാണ്, അല്ലെ വലിയ ആളാണ്, ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞാൽ പോലും ആ ഒരു ഹ്യൂമിലിയേഷൻ ഉണ്ടെന്നുള്ളൊരു സത്യമാണ്. അതിനെതിരെ നമ്മുടെ കവി എന്ന നിലയിൽ എഴുതിയേ പറ്റുള്ളല്ലോ. കവി എന്നുള്ള നിലയിൽ നമുക്ക് അതിനോട് അങ്ങനെ യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, ഇപ്പം കേരളത്തിലെ ക്രിസ്ത്യാനിറ്റി ആണ് ദളിത് ക്രൈസ്തവരെ രക്ഷിച്ചതെന്ന് പറയാറുണ്ട്. പക്ഷെ ഇത് തന്നെയാണ് നമ്മുടെ ശാപവും. കേരളത്തിലെ ക്രിസ്ത്യാനിറ്റി തന്നെയാണ് ദളിത് ക്രൈസ്തവരെ രക്ഷിച്ചു. എവിടം വരെ രക്ഷിച്ചു? ഒരു പരിധി വരെ. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളൊരാളെ പ്രോത്സാഹിക്കുന്ന എപ്പോ വരെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? അയാളെ വളർത്തുന്നു നമ്മൾ, പക്ഷെ നമ്മുടെ പരിധി വിട്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല.
മനസ്സിലായില്ലേ? ബിനീഷ്, ഇത് മനുഷ്യന്റെ ഒരു സ്വാർത്ഥതയാണ്. ഈ സ്വാർത്ഥതയാണ് പൊതുവെ ക്രിസ്ത്യൻ സമൂഹത്തിലുള്ളത്. ദളിത് ക്രൈസ്തവരെ അവരുടേതായ ഒരു ചെങ്ങലക്കിട്ട് ഒരു പ്രത്യേക രീതിയിൽ അവരുടെ ഒരു കുപ്പത്തൊട്ടിയായിട്ട് ഇങ്ങനെ നിലനിർത്തുക എന്നുള്ള ഒരു ഇതിലേക്കാണ്. അതുകൊണ്ട് ഇനിയിപ്പോ ഈ ക്രിസ്ത്യാനിറ്റി തകർന്നാൽ മാത്രമേ ദളിത് ക്രൈസ്തവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്ന ആളാണ്. ഇസ്ലാം മതം വായിക്കാറുണ്ട്, ഇഷ്ടമാണ് എനിക്ക്. ബുദ്ധമതം ഇഷ്ടമാണ്, ജൈനമതം ഇഷ്ടമാണ്, ക്രിസ്തുമതവും ഹിന്ദുമതവും ഒക്കെ. ഹൈന്ദവ സംസ്കാരം ശരിക്കും ഉൾക്കൊണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെല്ലാം കാണുന്നത്. മതങ്ങളെല്ലാം സ്നേഹിക്കുന്ന ഒരാളാണ്, മതവിശ്വാസങ്ങളെ അംഗീകരിക്കുന്ന ഒരാളുമാണ്. അപ്പൊ ആ ഒരു ഇതിലാണ് പറഞ്ഞത്. പക്ഷെ ഈ മതവിശ്വാസങ്ങൾ പലപ്പോഴും മനുഷ്യരിൽ ചിലരുടെയെങ്കിലും വളർച്ചയെ തകർക്കുകയും മുരടിപ്പിക്കുകയും ചെയ്യുകയാണ്. അതാണ് അതിനൊരു ഘട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നമേ. അതുകൊണ്ടാണ് മനുഷ്യരിങ്ങനെ ജയിലറെ കിടക്കുമ്പോൾ ദളിത് ക്രൈസ്തവരൊക്കെ ഇങ്ങനെ കിടക്കേണ്ടി വരുന്നത്. അതിനെക്കുറിച്ച് പറയാന്നുള്ള എന്റെ ഒരു കാര്യമാണ്. എന്റെ വോയിസുകളിൽ ഒന്നതാണ്. എന്നാൽ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ബാധിക്കാറുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഇതൊരു പ്രധാനപ്പെട്ട വോയിസ് ആണ്. ശരി, ഐഡന്റിറ്റി കാർഡ് എന്ന ആദ്യകാല കവിതാ സമാഹാരത്തിലെ ആ കവിത ഇപ്പോഴും ഒരർത്ഥത്തിൽ പല രീതിയിൽ പ്രസക്തമായി തുടരുന്നു. ഇപ്പോൾ എസ് ജോസഫ് പറഞ്ഞ വാക്കുകളിലൂടെയും ആ കവിത ഈ നിമിഷവും തുടർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം. കണ്ണാടിയിൽ എന്ന ഈ കവിതാ സമാഹാരത്തെക്കുറിച്ച് സംസാരിക്കാനും കവിതകൾ വായിക്കാനും നമ്മോടൊപ്പം എത്തിച്ചേർന്നതിൽ വളരെയധികം നന്ദി അറിയിക്കട്ടെ. DC ബുക്സാണ് കണ്ണാടിയിൽ എന്ന ഈ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. 199 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. കണ്ണാടിയിൽ ഇനിയും കവിതകളുടെ കണ്ണാടിയായിട്ട് മാറട്ടെ. അതിൽ കാണുന്ന പ്രതിബിംബങ്ങളും ബിംബങ്ങളും ഒപ്പം തന്നെ എസ് ജോസഫിൻ്റെ കവിതയിലേത് മാത്രമായിട്ടുള്ള കാഴ്ചകളും അതിൻ്റെ ചിത്രപരതയും ശില്പപരതയും ഒക്കെയായിട്ട് അതിന് തുടർച്ച ഉണ്ടാവട്ടെ. വളരെ നന്ദി, സന്തോഷം പങ്കെടുത്തതിന്. സന്തോഷം ബിനേഷ്, സന്തോഷം.